പശ്ചിമേഷ്യയിൽ അമേരിക്കൻ താവളങ്ങളും സൈനികരെയും ലക്ഷ്യമാക്കി ഇറാൻ ഇടതടവില്ലാതെ നടത്തുന്ന മാരകമായ ആക്രമണങ്ങൾ ലോകത്തെ ആകെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഓരോ മണിക്കൂറിലും വികസിക്കുന്ന ഏതാണ്ട് പൂർണ്ണമായ ഒരു പ്രാദേശിക യുദ്ധമായി മാറിയ ഈ പോരാട്ടത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ദുബായ് മറീനയിലും ഇന്റർനെറ്റ് സിറ്റിയിലുമുള്ള ഒറാക്കിൾ കെട്ടിടത്തിന് മുകളിലും ആകാശത്ത് വെച്ച് തകർത്ത മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ചു. ആളപായമില്ല എന്ന് ദുബായ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിറിയയിലെ ഡമാസ്കസിലും പിന്നെ ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലും ശക്തമായിട്ടുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ ഉഗ്ര സ്ഫോടനങ്ങളും ഉണ്ടായി. കിഴക്കൻ ലബനനിലെ ഒരു പ്രധാന പാലം ഇസ്രയേൽ കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. അമേരിക്കൻ സൈനിക വിഭാഗങ്ങൾക്ക് ഈ ആക്രമണങ്ങളിൽ വലിയ തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് അമേരിക്ക വിശേഷിപ്പിക്കുന്ന ഈ സൈനിക നീക്കത്തിൽ ഏപ്രിൽ 3 വരെയുള്ള കണക്കുകൾ പ്രകാരം 13 US സൈനികർ കൊല്ലപ്പെടുകയും 365 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പെന്റഗൺ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതിൽ 247 പേർ ആർമിയിലും 63 പേർ നാവികസേനയിലും 19 പേർ മറൈൻ കോപ്സിലും 36 പേർ വ്യോമസേനയിലും ഉള്ളവരാണ്. കുവൈറ്റിൽ അമേരിക്കയുടെ A-10 വാർത്ത് ഹോഗ് പോർ വിമാനം ഇറാൻ വെടിവെച്ചിട്ടു. പൈലറ്റിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ തങ്ങളുടെ രണ്ടാമത്തെ US ജെറ്റായ F-15E പോർ വിമാനവും വെടിവെച്ചിട്ടതായി ഇറാൻ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട്. ഒരു പൈലറ്റിനെ രക്ഷപ്പെടുത്തി രണ്ടാമന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇതിനിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന 2 അമേരിക്കൻ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾക്ക് നേരെയും ഇറാന്റെ വെടിവെപ്പുണ്ടായി. UAE-യിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക സംസ്കരണ കേന്ദ്രത്തിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായതിനാൽ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുകയും ചെയ്തു. ഒരു സമാധാന കരാറിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ ഊർജ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ഇതിനെ രൂക്ഷമായി വിമർശിച്ചു. ട്രംപിന്റെ പ്രസ്താവനകൾ പരസ്പര വിരുദ്ധമാണെന്നും ലക്ഷ്യങ്ങൾ വ്യക്തമല്ലാത്തതിനാൽ യുദ്ധം നീണ്ടുപോകാൻ ഇത് ഇടയാക്കുമെന്നും അദ്ദേഹം ANI വാർത്താ ഏജൻസിയോട് പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന യുദ്ധ ചെലവുകൾ നേരിടാൻ 2027 പ്രതിരോധ ബജറ്റായി $1.5 ട്രില്യൺ അനുവദിക്കാൻ ട്രംപ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെ ഭീഷണികളെ കൂറ്റൻ യുദ്ധക്കുറ്റം എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇറാന്റെ സ്ട്രാറ്റജിക് കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് മേധാവിയെ ലക്ഷ്യമാക്കി അമേരിക്കൻ വധശ്രമം നടന്നുവെന്നും ഇതിൽ അദ്ദേഹത്തിന് നിരപരാധിയായ ഭാര്യ രക്തസാക്ഷിത്വം വരിച്ചുവെന്നും പെസഷ്കിയാൻ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ അതിർത്തികളിൽ സൈനിക താവളങ്ങൾ അനുവദിക്കുന്ന രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ തകർക്കുമെന്ന് ഇറാൻ സായുധ സേനയുടെ ഖാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വക്താവ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയും ഊർജ്ജ വിതരണത്തെയും വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഒരു വിലപേശൽ ആയുധമായി ഉപയോഗിക്കുന്ന ഇറാൻ അത് ഉടൻ തുറക്കാൻ സാധ്യതയില്ല എന്ന് US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ ഇതിനിടയിലും ഗ്രീൻ സാൻവി എന്ന ഇന്ത്യൻ LPG ടാങ്കർ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. യുദ്ധം തുടങ്ങിയ ശേഷം 6 LPG കപ്പലുകൾ ഇതിനോടകം ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തിയിട്ടുണ്ട്. കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ അമേരിക്ക $40 ബില്യൺ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. യുദ്ധത്തിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ കനക്കുകയാണ്. ലബനനിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതോടെ UN സമാധാന സേനാംഗങ്ങൾ ഉൾപ്പെടെ 1240 പേർ കൊല്ലപ്പെട്ടു. ഇസ്ഫഹാനിലെയും ഫറൂഖ് ഷഹറിലെയും ഫാർമസ്യൂട്ടിക്കൽ സ്റ്റീൽ പ്ലാന്റുകൾക്ക് നേരെ US ഇസ്രയേൽ സഖ്യം ആക്രമണം നടത്തി ഇറാന്റെ ഉൽപാദന ശേഷി തകർക്കുകയാണ്. ടെഹ്റാനിലെ ജനങ്ങൾ കടുത്ത വൈദ്യുതി തടസ്സവും ഇന്റർനെറ്റ് വിലക്കും കാരണം ദുരിതത്തിലാണ്. കുവൈറ്റിലെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയും വിമാനത്താവളത്തിലെ ഇന്ധന സംഭരണികൾക്കും നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ 1 ലക്ഷം മെട്രിക് ടൺ എണ്ണ കരുതൽ ശേഖരത്തിൽ നിന്ന് പുറത്തുവിടാൻ ചെക്ക് റിപ്പബ്ലിക് തീരുമാനിച്ചിട്ടുണ്ട്. നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ് നിലവിൽ കാര്യങ്ങൾ. ഇറാനുമേൽ അമേരിക്കൻ സൈനിക സമ്മർദ്ദം തുടരണമെന്നും ആവശ്യമെങ്കിൽ കരയുദ്ധത്തിലേക്ക് കടക്കണമെന്നും ഗൾഫ് സഖ്യരാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഈ നീക്കങ്ങൾ വലിയ ആശങ്കയോടെ തന്നെയാണ് ലോകം നോക്കിക്കാണുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയും തുടർച്ചയായ ആക്രമണങ്ങളും ലോകത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും എക്കാലത്തെയും വലിയ ഭീഷണിയാകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.